എക്സാം തുടങ്ങിയതിന് ശേഷം രണ്ടുപേരെയും സിനിമ കാണാൻ കൊണ്ടുപോലും പുറത്ത് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോലൊക്കെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും തൽക്കാലം ഇപ്പോൾ കൊണ്ടുപോകണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ എന്തായാലും രണ്ടുപേരും നിർബന്ധിച്ച കാരണം ഞങ്ങളിതാ ഒന്ന് പുറത്ത് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ. ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഏട്ടനൊഴികെ ഞങ്ങളെല്ലാവരും ബ്ലാക്ക് കേട്ടോ. നോക്കുമ്പോൾ എല്ലാവരും പാറും അതെ, അനന്തും അതെ, ഞാനും അതെ ബ്ലാക്ക് ടീഷർട്ടും ഷർട്ടും ആണ് ഇട്ടിരിക്കുന്നത്. ഗുരുജീതാബയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പോട്ട്. പുറത്തേക്ക് എവിടെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഇവിടെ മതിയെന്ന്. കാരണം വണ്ടി ഓടിക്കുന്ന ആൾ ഞാൻ വെറുതെ ടൗണിലേക്കൊക്കെ പോയിട്ട് ചുമ്മാ ബ്ലോക്കിൽ പെടണ്ടല്ലോ എന്ന് കരുതി നമ്മൾ സേഫ് സോൺ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചെന്നിരിക്കുമ്പോൾ നമുക്കൊക്കെ എന്താ വേണ്ടതെന്നുള്ളത് ഏട്ടൻ ചോദിക്കുമെങ്കിലും ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. പിള്ളേർ പറയട്ടെ എന്ന് വിചാരിക്കും. പിള്ളേർ പറയുന്നതും എനിക്ക് ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഓരോരുത്തർ അഭിപ്രായം പറയണ്ടല്ലോ. തന്തൂരി റൊട്ടി, ആലു പൊറോട്ട, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈഡ് റൈസ്, പനീർ ബട്ടർ മസാല, ഇത്രയാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് കറക്റ്റായിരുന്നു കേട്ടോ. ഓർഡർ ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി കറക്റ്റായിരിക്കും. എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ വരുന്ന സ്ഥിരമായിട്ടുള്ളൊരു കമൻറ്റാണ് നിങ്ങൾക്ക് ഭർത്താവില്ലേ എന്നുള്ളത്. അനീതിക്ക് ഭർത്താവില്ലേ എന്ന് ചോദിച്ചു ഇപ്പോൾ എനിക്ക് ഭർത്താവില്ലേ എന്നായി ചോദ്യം. എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്ത ഒരാളായിരിക്കും അങ്ങനെ ചോദിച്ചത്. എന്തായാലും എന്താ മറുപടി ഇപ്പോൾ ഉണ്ട്. ഇതിനകത്ത് ചെറുതായിട്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അധികം വീഡിയോസിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസിൽ കാണിക്കാത്തത് കേട്ടോ. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷവും സമാധാനമായിട്ട് പോകുന്നൊരു ഫാമിലിയാണ് എൻ്റെ ഈ ഒരു കൊച്ചു ഫാമിലി.